ഹലോ, നമുക്കിതൊരു കൂന്തൽ റോസ്റ്റ് നോക്കിയാലോ. ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കി കൂന്തൽ മാറ്റി വയ്ക്കുക. ചട്ടി ചൂടാൻ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ കറി ലീവ്സ് ആഡ് ചെയ്യുക. അതിനുശേഷം 2 കുഞ്ഞ് സവാള ആഡ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ അടുത്ത് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇടുക. ഇത് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് ഒരു തക്കാളി ഇടുക. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിൽ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, 2 സ്പൂണ്. പക്ഷെ ഇത് എടുക്കാൻ വിട്ടുപോയതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൂന്തലിടുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യുക, എരിവനുസരിച്ച് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് മല്ലിയില അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി. ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. താങ്ക് യു ഫോർ വാച്ചിങ്.